ചാത്തന്നൂരിലെ എം.എൽ.എ. ബി ഗോപകുമാർ അദ്ദേഹം നിയമസഭയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു മദനിയെ പറ്റിയിട്ട്. മദനി ഭീകരവാദിയാണെന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്പീക്കർ അവിടുന്ന് മാറ്റി ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. മദനി ഒരു ഭീകരവാദിയല്ലേ ശരിക്കും? അങ്ങനെ അല്ലാത്ത അല്ലെങ്കിൽ അയാൾ ഒരു ഭീകരവാദിയല്ല എങ്കിൽ ഇത്രത്തോളം നാള് ജയിലിൽ കിടന്നത് എന്തിനായിരുന്നു? സുപ്രീം കോടതിയാണെങ്കിൽ ഹൈക്കോടതി വരെ വാദിച്ചിട്ട് അയാളെ പുറത്ത് വിടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ മദനിയെ പറ്റിയിട്ട് അത് വീണ്ടും ഒരു ചർച്ചയാവുകയല്ലേ? മദനി ഭീകരവാദിയാണ് എന്നുള്ളതിൽ ആർക്കാ സംശയം? ആർക്കും സംശയമൊന്നുമില്ല. പിന്നെ ചിലർ പറയാൻ മടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഇപ്പം സത്യമാണെങ്കിൽ നമുക്ക് സത്യമായിട്ടുള്ളൊരു കാര്യം സഭയിൽ പറയുമ്പോൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പ്രഷറല്ലേ? കാരണം ഇസ്ലാമിക തീവ്രവാദികളുടെ പിൻബലത്തിലല്ലേ ഈ ഗവൺമെൻറ് നിൽക്കുന്നത് അല്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ, PDPയുടെ പിന്തുണ എല്ലാം ഉണ്ട്. സമസ്ത, ഈ സംഘടനകളെല്ലാവരും കൂടി പിന്തുണ കൊടുത്ത് അവരുടെ പ്രഷറിലല്ലേ ED സതീശൻ മുഖ്യമന്ത്രി ആയത്. നമ്മൾ 10 ദിവസം കണ്ടതല്ലേ ഇത് നാടകം. ഇത്രയധികം ഭൂരിപക്ഷം കിട്ടിയൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റാതെ 3 പേര് ഡൽഹിയിൽ KC വേണുഗോപാൽ, ഇവിടെ രമേശ് ചെന്നിത്തല, ഇവിടെ ED സതീശൻ, ഒരു 3 പേര് നമ്മുടെ മത്സരത്തിൽ ഓട്ടം നടന്നതിൽ 1ാം സ്ഥാനത്ത് എത്തിയത് എന്തുകൊണ്ടാണ്? ഓടിയോണ്ട് മാത്രമല്ലല്ലോ, ഓടിയോണ്ടല്ല, മാർക്ക് കൊടുത്തോണ്ടാണ്. ഓടിയെന്നൊരു മാർക്ക് കൊടുത്തു ആര്? ഇസ്ലാമിക് സംഘടനകൾ. ഇങ്ങനെ ഒരാളെ ഞങ്ങൾ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിനെ ഇലക്ഷന് മത്സരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നാടൻ ഭാഷയാണ്, അങ്ങനെ ആയിരിക്കില്ല അവർ പറഞ്ഞിട്ടുണ്ടാവുക, കുറച്ചുകൂടി പോളിഷ്ഡ് ആയിരിക്കും. ഇത് പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, മലപ്പുറം ജില്ലയുടെ കുറേ ഭാഗങ്ങളിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾ കൂടി ചേർന്നാണ് വയനാട്. വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് ജില്ല മാത്രമൊന്നുമല്ല ആ കോൺസ്റ്റിറ്റ്യുവൻസി. അതിൽ 4 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2 ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് MLA-മാരാണ് ജയിച്ചിരിക്കുന്നത്. 4 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുസ്ലിം ലീഗിന് നിർണായകമായ വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇസ്ലാമിക് ഒരു മുസ്ലിമായി പോയത് കൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് വെള്ളപൂശുന്നു, അത്രേ ഉള്ളൂ. അയാൾ ഭീകരനല്ല എന്നവർക്ക് ആർക്കും അറിയാം. ഇവിടെ ഇയാൾ പിടിച്ചു കൊടുത്തത് BJPയുടെ MLA ഇല്ലാത്ത കാലത്തല്ലേ. 98 ഇയാൾ അറസ്റ്റ് ചെയ്ത ആരാ? അന്ന് ആരാ മുഖ്യമന്ത്രി? EK നായനാരാണ്. അതിൻ്റെ പല അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് ധാരാളം രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണം കോയമ്പത്തൂർ ബ്ലാസ്റ്റിൻ്റെ പേരിലാണ് അറസ്റ്റ് നടന്നത്. 56 ആൾ മരിക്കുക, 250 ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന സീരീസ് ഓഫ് ബ്ലാസ്റ്റ്. കോയമ്പത്തൂർ സിറ്റിയുടെ പല ഭാഗത്തും ഒരേ സമയത്ത് ബ്ലാസ്റ്റ്, ഹോസ്പിറ്റലിലും ബ്ലാസ്റ്റ്. എന്തിനാണെന്നോ, അന്ന് LK അഡ്വാനി തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂർ പ്രസംഗിക്കാൻ വരുമായിരുന്നു 98 ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ട്, ക്യാമ്പയിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് LK അഡ്വാനി രക്ഷപ്പെട്ട് എന്തുകൊണ്ടാണ്? ഫ്ലൈറ്റ് വൈകി തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഈ മുറിവേറ്റ ഒരാളെങ്ങാനും ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെടാനും പോലും പാടില്ല എന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലും ബ്ലാസ്റ്റ് ചെയ്തു. അതാണ് അവർ ചെയ്തത്. അതിൻ്റെ കാര്യത്തിലാണ് ഈ മദനി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതിനിപ്പോൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കുറ്റക്കാരും ശിക്ഷിക്കപ്പെടാറില്ല നമ്മുടെ ജൂറിസ്പ്രുഡൻസ് സിസ്റ്റം അനുസരിച്ച്. കാരണം പ്രോസിക്യൂഷന് വ്യക്തമായിട്ട് കേസ് തെളിയിക്കാൻ സാധിക്കണം. പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം ഇവിടെ ഇവർ രണ്ടുപേരും കൂടി LDFും UDFും കൂടി യുനാനിമസ് ആയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി കേരള അസംബ്ലിയിൽ മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. ഒരു അസംബ്ലിയുടെ റെസൊല്യൂഷൻ കണ്ടിട്ട് ജയിലിൽ നിന്ന് വിടില്ല എന്നുള്ള അവർക്കും അറിയാം, ഇത് പൊട്ടനും അറിയാം അങ്ങനെ സാധിക്കില്ല എന്നുള്ളത്. പക്ഷെ എങ്കിലും അവരങ്ങനെ പ്രമേയം പാസ്സാക്കി. ഉമ്മൻചാണ്ടി അന്ന് ജയിലിൽ പോയി ഇയാളെ കണ്ടു. VS അച്യുതാനന്ദൻ അന്ന് ജയലളിത ഗവൺമെൻറ്റും കരുണാനിധി ഗവൺമെൻറ്റും ഒക്കെ മാറി വരുമ്പോൾ അവരായിട്ട് പലപ്പോഴും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയാൾ ഇറങ്ങിയ ഒരാളെ കാരണം പ്രോസിക്യൂഷന് വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റില്ല, ഇയാൾ നിരപരാധിയാണെന്ന് ആ വിധിയിൽ എവിടെയും പറയുന്നില്ല. ഇപ്പോൾ പലതിനും അങ്ങനെ വരാറുണ്ട്, നിരപരാധിയാണെന്ന് കോടതി പറയില്ല, പക്ഷേ പ്രോസിക്യൂഷൻ ഫലപ്രദമായിട്ട് അതിനെ പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കോടതിക്ക് അതേ മാർക്കുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം 2007 ഇറങ്ങുന്നു, 2008 ബാംഗ്ലൂർ ബ്ലാസ്റ്റിൻ്റെ പേരിലാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നത്തെ പിടുത്തം അതെത്ര നാൾ കിടന്നു? 9 കൊല്ലത്തോളം കിടന്നു എന്ന് എൻ്റെ ഓർമ്മ. 2010 പിടിച്ചുകൊണ്ട് പോയതാണ്.
ഇപ്പോൾ ആൾ പുറത്തിറങ്ങിയിട്ട് കൂടി ഒന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടില്ല, ഇപ്പോഴും കേസ് ഇപ്പോഴും നടക്കുക. പരോള് പോലത്തെ ഒരു സംഭവമാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. കാരണം കിഡ്നിക്ക് തകരാറുണ്ട്, അങ്ങനെ പല ഡയബറ്റീസ്, അതൊക്കെ സത്യം തന്നെ. ഞാൻ ഇദ്ദേഹത്തിനെ 2 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്, എനിക്കതുകൊണ്ട് അറിയാം. ഹെൽത്ത് മോശം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്ന പരോളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ BJP ഗവൺമെൻറ് ആയിരുന്നെങ്കിലും പിന്നീട് അതിനെ കർക്കശമാക്കിയിട്ട് അതിനെ മുന്നോട്ട് ആ കേസ് കൊണ്ടുപോയത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്താണ് പരോൾ പോലും കൊടുക്കരുതെന്ന് സർക്കാർ വാദിച്ചത്, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. അവസാനം സെക്യൂരിറ്റിക്കാരെ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ പൈസ 65 ലക്ഷം രൂപ ഏതാണ്ട് ഈ പുള്ളി കെട്ടിവയ്ക്കണം എന്നുള്ള ഒരു സംഭവം വരെയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. അതിനിവിടെ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടന്നു, അത് കഴിഞ്ഞ് കൊണ്ടുപോയി. ആളുടെ ഹെൽത്ത് മോശമാണ്, അതിലിപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഹെൽത്ത് മോശം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ആൾ നിരപരാധിയാവുന്നില്ലല്ലോ. ബാംഗ്ലൂർ ബ്ലാസ്റ്റിലെ കേസ് തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഭീകരനല്ലാതെ പിന്നെ എന്തെന്നാ പറയണ്ടേ? സദ്ഗുരു സ്വാമി എന്ന് പറഞ്ഞോ? പിന്നെ എന്തുകൊണ്ട് ഇവർ ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇസ്ലാമിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. ആ ചെയ്തതിൻ്റെ ചട്ടങ്ങളെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. സാധാരണ ഇത്തരം കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുകയാണെങ്കിൽ സ്പീക്കർ അത് അസംബ്ലിയിൽ തന്നെ പറയണം, ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് ഇത് നീക്കുകയാണെന്ന്. ഈ MLA അറിയിക്കണം, താൻ പറഞ്ഞ് ഞാൻ നീക്കാൻ പോവാന്ന്. ഇതെന്താ സംഭവിച്ചത്? ഇവർ നേരെ പോയി കാണുന്നു, സ്പീക്കറെ പോയി കാണുന്നു, മെമ്മോറാണ്ടം കൊടുക്കുന്നു, മാറ്റുന്നു. അസംബ്ലിയിൽ ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അസംബ്ലിയിൽ സ്പീക്കർ ഇത് പറഞ്ഞതായിട്ട്. ആ എന്താ വെച്ചാൽ അപ്പോൾ വളരെ മാന്യനായിട്ട് പെരുമാറുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ ഈ മതത്തിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി. ഇനി ഇദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊരു ബസ് കളമശ്ശേരിയിൽ തട്ടിക്കൊണ്ടുപോയിട്ട് തീ വെച്ചു. അതാണ് കളമശ്ശേരി വെച്ച് തീവെപ്പ് സമരം എന്ന് പറഞ്ഞത്. അതിൽ പ്രതിയായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫി മദനിയാണ് അതിൽ പ്രതിയായിട്ട് വന്നത്. ആ കേസിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഇത്രയൊക്കെ ചെയ്യുന്ന ആൾ ഭീകരവാദി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, എന്ത് വാദി എന്നാണ് പറയേണ്ടത്? ഗാന്ധി എന്ന് പറയൂ? അപ്പം ഇത് സത്യം പറയാനായിട്ട് ആൾക്കാർക്ക് വിഷമം എന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് കേരളത്തിൽ നടക്കുന്നത്. 5 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് പച്ചനുണയും പറയും. കള്ളനെ വേണമെങ്കിൽ സന്യാസിയാക്കും, ഭീകരനെ വേണമെങ്കിൽ ഗാന്ധിയനാക്കും, കൊലപാതകിയെ വേണമെങ്കിൽ പ്രൊഫസറാക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാക്കും. ആക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ആ നിലയ്ക്ക് സ്റ്റാൻഡേർഡിലേക്ക് അവർ ഉയർത്തിക്കാറ്റി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നല്ലവനെ കള്ളനുമാക്കും. അങ്ങനെ എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ. കുറ്റക്കാരനല്ല എന്നിട്ട് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. കാരണം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രീണന നയം കൊണ്ട്. ഇപ്പോൾ തന്നെ ആ പത്തനംതിട്ടയിൽ നടക്കുന്ന ആ പാസ്റ്ററെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനത്തിൽ അതെന്താ എനിക്കറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നത് ആഭ്യന്തരമന്ത്രി. ഇത്രയധികം പത്രങ്ങളിലും TV യിലൊക്കെ വാർത്ത വന്നിട്ട് അയാൾക്കെതിരെ പരാതി കൊടുത്തവർക്കെതിരെയാണ് കേസ്. അയാളെ തൊടാൻ പറ്റുന്നില്ല. അയാൾ പരസ്യമായിട്ട് അയാൾ വീഡിയോ എടുക്കുന്നു. എനിക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ട് എൻ്റെ കൂടെ, കൈ വെട്ടാനും കായലോട്ടാനും അറിയുന്ന ആൾക്കാരുണ്ട്, ഞാനൊന്ന് പറഞ്ഞാൽ അവർ വന്ന് ചെയ്യും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഒരു നടപടിയില്ല. അപ്പോൾ ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നത് എന്താ സംഭവം, പത്തനംതിട്ടയോ പാസ്റ്ററോ എന്ന് ചോദിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി, ഞാൻ TV യിൽ കണ്ടാണ് ഇന്നലെ. അപ്പോൾ ആ നിലയ്ക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ മദനി ഭീകരനല്ലാതാവുന്നതും സഭാ ചട്ടങ്ങളിൽ നിന്ന് മാറുന്നതും. ഒരു MLAയുടെ പ്രിവിലേജാണ് അവിടെ നിഷേധിക്കപ്പെട്ടത്. MLAക്ക് ഒരു അവകാശമുണ്ട്. MLA പറഞ്ഞതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സഭാ രേഖകൾ നീക്കണമെങ്കിൽ MLA അറിയിച്ചിരിക്കണം. സാധാരണ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദ ഫ്ലോർ ഓഫ് ദ ഹൗസാണ് അറിയിക്കേണ്ടത്. പിന്നെ ഇനി അസംബ്ലി കൂടാത്ത സമയത്ത് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് സഭാ ചട്ടങ്ങളെ പറ്റി ഞാൻ ഒരു എക്സ്പെർട്ടല്ല. പക്ഷേ അണ്ടർ എനി സർക്കംസ്റ്റൻസസ്
ദ കൺസേൺഡ് MLA ഷുഡ് ബി ഇൻഫോംഡ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറിൻ്റെ ഭാഗത്തുനിന്ന് അത് നടന്നില്ല എന്ന് കരുതുന്നതിൽ സങ്കടമുണ്ട്. ഇന്നേരം അത് പുറത്ത് വന്നിട്ടില്ല, അങ്ങനെ അങ്ങനെ അറിയിച്ചതായിട്ട്. പുറത്ത് വന്നിട്ടില്ല. ആകെ PDP മാത്രമേ ഒരു പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഇല്ല, നീക്കം ചെയ്തു അങ്ങനെയൊക്കെ. അതെ, അത് PDP പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കണ്ടേ? അത് തെറ്റാണെങ്കിൽ സ്പീക്കർ നിഷേധിക്കണ്ടേ ഞാൻ നീക്കിയിട്ടില്ല എന്ന്? അതല്ലെങ്കിൽ PDP പറഞ്ഞ ശരിയാണെന്നില്ല എൻ്റെ അർത്ഥം. PDP വെറുതെ രഹസ്യമായിട്ട് ചായക്കടയിലിരുന്ന് പറഞ്ഞാലല്ലോ, പരസ്യമായിട്ട് പ്രസ് റിലീസ് ഇറക്കിയത്. അതെ, ഇദ്ദേഹം ഭീകരവാദിയല്ല. ഭീകരവാദിയല്ലാന്ന് വലുത് സഭാ നീക്കാമെന്ന് സംഭവിച്ചത്. ഞങ്ങൾ 2 ദിവസത്തിനകം ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു, സ്പീക്കർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ 2 ദിവസം കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും MLA അറിയിച്ചായിട്ട് ഞാൻ എവിടെ ഇതുവരെ വായിച്ചിട്ടില്ല. BB ഗോപകുമാർ എന്ന് പറയുന്ന BJP MLA, ചാത്തന്നൂർ MLA താൻ ഈ പറഞ്ഞത് ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് MLA അറിയിച്ചതായിട്ട് ഈ നിമിഷം വരെ എനിക്കറിവില്ല. എൻ്റെ അറിവുകേടാണെങ്കിൽ ദയവേത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് ക്ഷമിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.